ഒരേ വാൾപേപ്പർ. ഹലോ, CI ഡൊമിനിക്. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഞങ്ങൾക്ക് ഈ മുകളിലെ റൂംസ് എല്ലാം ഒന്ന് കാണും. സോ ബിഫോർ ദാറ്റ്, ഈ വീഡിയോ കാണുന്ന റൂം ഇവിടുത്തെ തന്നെയല്ലേ? അതെ സർ. റൂം നമ്പർ എത്ര? സർ ഫസ്റ്റ് ഫ്ലോറിലാണ്. റൂം നമ്പർ സർ ബാൽക്കണിയുള്ള റൂംസ് ഒക്കെ കാണാൻ ഏകദേശം ഒരേപോലെയാണ്. 2021 ഡിസംബർ 31, 2 വർഷം മുമ്പുള്ള ആ ഡേറ്റിലെ ഫുൾ CCTV ഫുട്ടേജ് ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. സർ 2 വർഷം മുമ്പുള്ളൊന്നും കിട്ടില്ല സർ. ഉറപ്പാണല്ലോ. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നമ്പർ ഇട്ടാണെങ്കിൽ ഞാനൊരു വാറണ്ട് പണിഞ്ഞ് വരും. അയ്യോ ഇല്ല സർ, സത്യമായിട്ടും 6 മാസം വരെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടാവും. അതിനുശേഷം എല്ലാം തന്നെ ഡിലീറ്റ് ആയി പോകും സർ. ഞങ്ങൾക്ക് ബാൽക്കണി ഉള്ള റൂംസൊക്കെ ഒന്ന് കാണണം. സർ റൂംസൊക്കെ ഓക്യുപ്പൈഡ് ആണ്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ 2021 ഡിസംബർ 30 ഇവിടെ ചെക്ക് ഇൻ ചെയ്ത എല്ലാ ഗസ്റ്റുകളുടെയും ഡീറ്റെയിൽസ്, പേരും അഡ്രസ്സും സഹിതം. വി ആർ ലുക്കിംഗ് ഫോർ എ കാർത്തിക് ആൻഡ് എ പൂജ രവീന്ദ്രൻ. റെക്കോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് 6 മാസം കഴിയുമ്പോൾ ഡിലീറ്റ് ആയി പോകും. ഏത് നേരത്താണോ ഇവിടെ റൂം എടുക്കാൻ തോന്നി? ഞാൻ അപ്പോഴേ പറഞ്ഞു വേറെ അടുത്ത് നോക്കാം. ഓ എന്തിനാ അവരെ അകത്തേക്ക് വിളിക്കുന്നേ? നിനക്ക് എന്താ? ഞാൻ അവരെ വിളിച്ചല്ല, അത് പോലീസുകാർ. അവർക്ക് എന്തോ ചെക്ക് ചെയ്യണം. നീ ആ ഡ്രസ്സൊന്നും മര്യാദക്കാക്കില്ല. സാർ ഇതാണ് ലാസ്റ്റ് റൂം. നീ ഞാൻ ബാത്റൂമിൽ കയറിക്കാം. സർ ഇത് തന്നെ റൂം. TV is placed here. ബാൽക്കണി. പൂജയും കാർത്തിക്കും ഇവിടെ തന്നെയാണ് വന്നത് സർ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഇവിടെ പൂജയുടെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഐ വാസ് ഹോപ്പിംഗ് ഇറ്റ് വുഡ് ബി കാർത്തിക്സ് അഡ്രസ്. എന്താ കാണുന്നത്? സർ അത് ഓരോരുത്തർ പേയ്മെന്റ് ചെയ്യുന്ന രീതിയാണ് സർ. ചിലർ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയായിരിക്കും ചെയ്യുക, ചിലർ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യും, ചിലർ ഓണറിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടും. കിട്ടി 31 ഡിസംബർ. സർ ഈ എഴുത്തുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും. ഞാൻ 2 കൊല്ലമായിട്ടുള്ള ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല സർ. ഇതാണ് ബാങ്കിന്റെ ട്രാൻസാക്ഷൻ്റെ റെഫറൻസ് നമ്പർ തന്നെ. എനിക്കൊരു സ്നേഹിതനുണ്ടൊരു ബാങ്ക് മാനേജർ, സക്കറിയ. വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. ഹലോ സാക്ക്. സർ കാർത്തിക്കിന്റെ വീട്ട് അഡ്രസ്സ് കിട്ടി. അസോസിയേറ്റ്സ് ഓഫീസ് അഡ്രസ്സും കിട്ടി സർ. കൊച്ചിയിലാണ്. சேட்டா இங்க பாருங்க, இதான் சொன்னேன். സർ വേണ്ട, ഞാൻ പോയി ചോദിച്ചോളാം. ഇവിടെ കാർത്തികിന്റെ വീടല്ലേ? കാർത്തിക് ഇവിടെ ഉണ്ടോ? പുള്ളി കണ്ടിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ചേട്ടന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടൊന്നുമല്ല, ഐ എം CI ഡൊമിനിക്. ഒരു മിസ്സിംഗ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് വന്നതാണ്. കാർത്തികിനെ കണ്ടിട്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. അതെവിടെ ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം.
ഐ എം നന്ദിത. കാർത്തികേൻ്റെ ബ്രദറാണ്. കാർത്തിക് ചേട്ടനെ കാണാതായിട്ട് 2 വർഷം കഴിഞ്ഞു സർ. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31 മുതൽ. ഇതാണോ കാർത്തിക്? ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ. സർ ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞല്ലോ. യെസ്, പൂജ രവീന്ദ്രൻ. പൂജയെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത്? ആ കേസും ചേട്ടനുമായി എന്താ കണക്ഷൻ? ഏകദേശം 2 വർഷം മുമ്പ്, അതായത് കാർത്തിക് മിസ്സാവുന്ന ടൈം, ഈ പൂജയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ ഈ കേസിൽ എന്നെ ഇവിടെ എത്തിച്ചതല്ല. ജനുവരി 9 തീയതി രാവിലെ പൂജ വീട് വിട്ടിറങ്ങുന്നു കാർത്തികിനെ കാണാൻ. ആൻഡ് ഷീസ് മിസ്സിംഗ് സിൻസ് ദെൻ. അപ്പോ കാർത്തിക് എവിടെ ഉണ്ടെന്ന് ഈ പൂജയ്ക്ക് അറിയാമോ? മേ ബി, ബട്ട് വി ഡോണ്ട് നോ വെയർ പൂജ ഈസ്. യു നോ പൂജ, റൈറ്റ്? ഇല്ല. കാർത്തിക് ഒന്നും പറഞ്ഞില്ലേ? പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ കൽക്കത്തയിലായിരുന്നു ഫോർ ഡാൻസ് ട്രെയിനിങ്. ആരാണെന്ന് ചോദിച്ചപ്പോൾ സർപ്രൈസാ ആളെ നേരിൽ കാണാം എന്നാ പറഞ്ഞത്. ഇപ്പോൾ 2 വർഷമായി. കാർത്തിക് பார்த்து அவன்கிட்ட பேசி எந்த தகவலுமே இல்லை. அவனுக்கு என்னாச்சுன்னு கூட தெரியல. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, എനി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ? இல்லை, அந்த மாதிரி எதுவும் இல்லை. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. ഇതുപോലെ എന്നെ ഓരോ സർപ്രൈസ് തന്നു പറ്റിക്കും. പറയാതെ ചില യാത്രകളൊക്കെ പോകും. 3-4 ദിവസമൊക്കെ വിളിച്ചാലും കിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം മുന്നിൽ വരും. ആദ്യമൊക്കെ ഇന്ന് വരും, നാളെ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോ ഇതൊക്കെ ചേട്ടൻ്റെ ഒരു സർപ്രൈസ് ആയിരിക്കുന്നേ. ഒരു ദിവസം ആശാനിഞ്ഞ് വരും. യെസ്. അവസാനമായി ഡിസംബർ 31 കാർത്തികിനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? കണ്ടല്ലോ, അതോ മോണി സംസാരിച്ചോളൂ? ഇവിടെ വെച്ച് തന്നെ. എക്സാക്ട്ലി വേർ യു സ്റ്റാൻഡിങ്. കാർത്തികിന് ആരെയോ കാണാനുണ്ടായിരുന്നു. വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം കാർത്തിക് തിരിച്ചു വന്നില്ല. ആരെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വാട്ട് ടൈം ഓൺ ഡിസംബർ 31st? ഡു യു റിമെമ്പർ? Is it important? Every minute of December 31st may be important. ഒരു 11:30 ആണെന്ന് തോന്നുന്നു. 12:00 കാർത്തിക് പൂജയോടൊത്ത് വാലി വ്യൂ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. And checked out at 5 PM. അതിനുശേഷം കാർത്തിക് ഇവിടെ വന്നില്ല അല്ലേ? Can I have your telephone number and Karthik's?